മനുഷ്യന്മാരെത്ര പൈസയാണ് കൊണ്ടുപോയി കൊടുക്കുന്നത്. ഇത് ചെയ്യിപ്പിക്കുന്ന മനുഷ്യന്മാരെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. ഇതിനു വേണ്ടി ഇരിക്കുന്ന ആളുകളുണ്ട്. ഒരു പക്ഷേ ഒരു തലയിക്കൊട്ടം കെട്ടിയിട്ടുണ്ടാവും, ചിലപ്പോൾ ഒന്നും പഠിച്ചിട്ടുണ്ടാവില്ല, തൊൽസമാദിനെ കുറിച്ച് കിതാബ് പഠിച്ചിരിക്കുകയായിരിക്കും, വായിച്ചിരിക്കുകയായിരിക്കും. ചെയ്യുന്നത് സിഹറാണെന്ന് പോലും ഒരു അറിയുണ്ടാവില്ല. അത് നമ്മളെ കൗമിലുള്ളവരുണ്ട്, നമ്മളെ കൗമിലില്ലാത്തവരുണ്ട്. ഈ പണി ചെയ്യുന്നവർ, ഇതിനു വേണ്ടി പോകുന്നവർ ശ്രദ്ധിക്കണേ. അള്ളാഹുവിനെ പേടിച്ചോളി പെണ്ണുങ്ങളെ, ആണുങ്ങളെ. ഏറ്റവും കൂടുതൽ ഇത് ചെയ്യുന്നത് പെണ്ണുങ്ങളാണെന്നും വിശുദ്ധ ഖുർആനിന്റെ സൂചനയുണ്ട്. വമിൻ ശർരിൻ നഫ്ഫാഥാതി ഫിൽ ഉഖദ്, കെട്ടുകളിൽ ഊതുന്ന പെണ്ണുങ്ങളുടെ ഷർറെന്ന്. ആരായി കെട്ടിൽ ഊതുക എന്ന് പറഞ്ഞാൽ അതാണ് മാരണം, അതിനാണ് സിഹർ എന്ന് പറയാം. അത് പഠിക്കൽ ഹറാമാണ്. അത് എങ്ങനെയാണ് നടക്കുന്നത്, ഹൗ ഈസ് ദ പ്രോസസ്, ഇത് പഠിക്കൽ ഹറാമാണ്. അതിന് പിന്നാലെ പോവരുത്, ഒരാളോടും അത് ചെയ്യാൻ ആവശ്യപ്പെടരുത്. ആർക്കെങ്കിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു അത് ബാത്തിലാക്കി കൊടുക്കട്ടെ, അള്ളാഹു സലാമത്ത് ചെയ്തു കൊടുക്കട്ടെ. നിരന്തരമായ അസുഖം വരും, ആൾക്കാർക്ക് അറിയില്ല ഇത് എന്താ അസുഖം. ഡോക്ടർ മരുന്ന് കൊടുക്കും, വീട്ടിലെത്തുമ്പോഴേക്കും അസുഖം തിരിച്ചു വരും, പിടുത്തം കിട്ടൂല. ഭൗതികമായ ഒരു നിലക്കും കാരണം ഇത് കണ്ടെത്താൻ കഴിയില്ല. അവരെല്ലാ ചികിത്സയും ഭയങ്കര ഊരവേദന, ഡോക്ടറെ ചിലപ്പോൾ കാലിന് മുട്ടിന് വേദന, ആ വേദന കഴുത്തിൽ വരും, അത് ഈ ഷോൾഡറിൽ വരും, പിന്നെ ഈ മുട്ടിൽ വരും, പിന്നെ വിരലുകൾക്ക് വരും. ശരീരം മുഴുവൻ MRI സ്കാൻ ചെയ്യും, നമുക്കൊരു കുഴപ്പമില്ലല്ലോ. ഡോക്ടർ മുമ്പിലെത്തുമ്പോൾ ആ വേദന ഉണ്ടാവില്ല, വീട്ടിലെത്തിയാൽ വേദന. സിഹറിന്റെ കാരണങ്ങളെ കൊണ്ടത് സംഭവിക്കുന്ന ഈ മാറിക്കളിക്കുന്ന വേദന സിഹറിന്റെ ഒരു അടയാളമാണ്. ഇനി അങ്ങനെ എല്ലാ വേദന സിഹറാണെന്നും അതിനർത്ഥം ഉണ്ടാവില്ലേ, പക്ഷേ വലിയൊരളവോളം അങ്ങനെയാണ്. ഡോക്ടർമാർക്ക് നോക്കിയാൽ കാണൂല, പക്ഷെ ആള് രോഗിയാണ്. ആള് പറയും എനിക്ക് വയ്യ, എനിക്ക് വേദനയാണ്. സുബ്ഹാനല്ലാഹ്. ചെറിയ കുട്ടികൾക്ക് വരെ അസുഖം വരും, പൈശാചിക അസുഖം. ഭൗതികമായ സുഖത്തിന് വരുന്നുണ്ട്, ഡോക്ടറെ അടുത്ത് പോയാൽ മതി. ഇത് ഡോക്ടർമാരുടെ അടുത്ത് പോയാൽ നടക്കൂല. ചില പറയും ഞമ്മക്കതിലൊന്നും വിശ്വാസമല്ല. അത് പറ്റിയ വിശ്വാസം വരും. എല്ലാവരും അങ്ങനെ തന്നെ പറയും, എനിക്കതൊന്നും വിശ്വാസമല്ല. ആയിക്കോട്ടെ, അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. ഒരാൾക്ക് സംഭവിച്ചാൽ ശരിക്കും വിശ്വാസം വരും. എനിക്കങ്ങനത്തെ കുറേ ആളുകളെ പരിചയമുണ്ട്. കുറേ ആളുകൾ അവർ ആദ്യം പറഞ്ഞു തുടങ്ങരുത്, അതൊന്നും നമുക്ക് വിശ്വാസമല്ല കേട്ടോ. പക്ഷേ ആ കാര്യങ്ങൾ ചർച്ച ചെയ്തെത്തുമ്പോൾ ഇത് സംഭവം ഇതാണ്, പിന്നെ അതിൻ്റെ പരിഹാരം ചെയ്യുമ്പോൾ ശരിയാവും. അനുഭവം ഉണ്ടാവുമ്പോഴല്ലേ വിശ്വസിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഇപ്പം നമുക്ക് ആർക്കും വിശ്വാസം തോന്നില്ല. അങ്ങനെയൊക്കെ ഉണ്ടാവോ, ഇതെന്താ പേപ്പർ, ഇത് ആധുനിക അന്ധവിശ്വാസമാണോ? ഞാൻ അന്ധവിശ്വാസം പറയാൻ വന്നതല്ല ഇങ്ങോട്ട്, അള്ളാഹുവിൻ്റെ ദീൻ പറയാൻ വന്നതാണ്. അതുള്ള കാര്യമാണ്, അതുള്ള വിഷയമാണ്. അതുകൊണ്ട് സൂക്ഷിക്കുക. അത്തരം ആളുകളുടെ അടുത്തേക്ക് പോകുന്നവരെ ഒന്ന് നന്നായിട്ട് സൂക്ഷിച്ചോളൂ, ആ വഴിക്ക് പോകണ്ട.